ബാർസലോണ വേഴ്സസ് സ്ലാവ പ്രാഹിയ മത്സരം, സ്ലാവിയ പ്രാഹ അങ്ങനെ എന്താണ് പറയേണ്ട പേര്. അവരായിട്ടുള്ള മത്സരം 2-നെതിരെ 4 ഗോളുകൾക്കാണ് ബാർസലോണ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ കളീനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് മത്സരമായിരുന്നു. സ്ലാവിയ പ്രാഹയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു കളി. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കുറച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ഫസ്റ്റത്തെ ഗോൾ അടിച്ചത്. ഫസ്റ്റത്തെ ഗോള് കണ്ടിട്ടുണ്ടോ, കോർണറിനായിരുന്നു, ഒരു കോട്ടപ്പൊരിച്ചൽ ഗോളായിരുന്നത്. അത് ഗാർസിയയ്ക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല എന്താ ഉണ്ടായിക്കണേ, അവിടെ എന്താണ് ആൾക്കൊന്നും സേവ് ചെയ്യാൻ പോലുള്ള ഒരു ഒന്നും കിട്ടിയിട്ടില്ല. അവിടെ ഭയങ്കര ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു. അതിനാണ് അവർ ഫസ്റ്റ് ഗോൾ അടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫെർമിൻ ലോപ്പസ് തിരിച്ചടിച്ചു. നമ്മുടെ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു മിഡ് റേഞ്ച് ആയിട്ട് അതൊരു ഡീസൻറ്റ് ഗോളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഫെർമിൻ ലോപ്പസിൻ്റെ തന്നെ അടുത്ത ഗോളും വന്നു. അത് കിടു ഗോൾ തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു ലോങ് റേഞ്ചർ എന്നും പറയാം, നല്ലൊരു ഷൂട്ട്, കുഴപ്പമില്ലാത്തൊരു ഗോൾ എന്ന് പറയാം. ആളാണ് എടുത്ത് പറയേണ്ടത്. ഫെർമിൻ ലോപ്പസ് 2 ഗോൾ അടിച്ചു. അതുപോലെ എടുത്ത് പറയേണ്ട പേര് നമ്മുടെ ഡിജോങ്ങിൻ്റെ പേരാണ്. 2 പേരും ഡീസൻറ്റ് കളിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവന്മാർ തിരിച്ചടിച്ചു. മീൻസ് സ്ലാവിയ പ്രാഹ മീൻസ് അതൊരു സെൽഫ് ഗോളായിരുന്നു ലെവൻഡോസ്കിയുടെ. അത് വെച്ചാൽ പുറത്ത് തട്ടിയിട്ട് പോസ്റ്റിൽ കയറി. മീൻസ് ലെവൻഡോസ്കി എന്നെ വിചാരിച്ചിട്ടില്ല അത് കയറുന്നു. മീൻസ് മറ്റേ സ്ലാവിയ പ്രാഹയുടെ പ്ലെയർ അടിച്ചതാണ്, ഹെഡ് ചെയ്താണ്, അതിങ്ങനെ മേത്ത് തട്ടിയിട്ട് ഉള്ളിൽ കയറി. പിന്നെ സെക്കൻഡ് ഹാഫിൽ തന്നെ ബാർസലോണ തന്നെയാണ് നന്നായി കളിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയുള്ളൂ. മീൻസ് മറ്റൊരു ഡിഫൻഡിലേക്ക് ഇറങ്ങി. മീൻസ് എങ്ങനെയെങ്കിലും ഈ കളി ഒന്ന് സമനിലയാക്കണം എന്നുള്ള റോളായിരുന്നു തോന്നുന്നത് അവർക്ക്. പക്ഷേ ബാർസലോണ നല്ലപോലെ അറ്റാക്ക് ചെയ്തു. അങ്ങനെയാണ് ഡാനി ഓൾമോൻ്റെ ഗോൾ വന്നത്. അത് ബോക്സിൻ്റെ പുറത്തുനിന്നൊരു കിടു ഗോൾ തന്നെയായിരുന്നു. മീൻസ് ഡാനി ഓൾമോൻ്റെ ഗോളും അതുപോലെ നമ്മുടെ ഫെർമിൻ ലോപ്പസിൻ്റെ ഗോളും രണ്ടും കിടു ഗോൾ തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് അറിയാലോ, അവർ ഇത്തിരി കൂടി നല്ല പോലെ ഒന്ന് ഡിഫെൻസിക്ക് മീൻസ് സമനില പിടിച്ച് 2-2 എന്നുള്ളൊരു റോളിൽ ഈ കളി അവസാനിപ്പിക്കാൻ നോക്കി. പക്ഷേ ബാർസയാണ് എങ്ങനെയെങ്കിലൊക്കെ അവർ അടിക്കും, അങ്ങനെ ഒരു ത്വരയുള്ള ടീമാണ്. അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമ്മുടെ ലെവൻഡോസ്കിയുടെ ഗോള്, അത് ഗോളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആള് സിമ്പിളായിട്ട് ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെഡ്രിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഈ കളിയിൽ. അതിനി എങ്ങനെ എഫക്റ്റ് ചെയ്യും ഇനി വരുന്ന കളികളിൽ എന്ന് പറയാൻ പറ്റില്ല. മീൻസ് ഇപ്പോൾ ലാലീഗയിൽ തന്നെ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡായിട്ട് 1 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ നിൽക്കണേ. പിന്നെ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ആയാലും ഇനി മുന്നോട്ട് പോകാണ്ട് ബാർസലോണയ്ക്ക് കുറേ. അപ്പോൾ ഈ പെഡ്രിയുടെ പരിക്ക് അതെങ്ങനെ ഇവരെ എഫക്റ്റ് ചെയ്യുന്നത് ഇനി വരും അപ്ഡേറ്റ്സിൽ തന്നെ അറിയാൻ പറ്റുള്ളൂ.